തിരുവനന്തപുരത്ത് കെ.എസ്.ആർ.ടി.സി ബസിന്റെ സർവീസുകൾ തടസ്സപ്പെട്ടു. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ആറ്റിങ്ങലിലും കെ.എസ്.ആർ.ടി.സി ബസുകൾ സമരാനുകൂലികൾ തടഞ്ഞു. പണിമുടക്കിയാൽ ഇതിൽ യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഉൾപ്രദേശങ്ങളിലേക്ക് കെ.എസ്.ആർ.ടി.സി മാത്രമാണ് ഒരു ഗതാഗത സംവിധാനം ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പൂർണ്ണമായും ഗതാഗത സംവിധാനങ്ങൾ നിലച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വേറെ ഒന്നും ഇതില്ല. ഇപ്പം ഞങ്ങൾ എന്ത് മാന്യമല്ല നിങ്ങൾ ഇപ്പോൾ പോലീസ് അവർക്ക് ഓരോരുത്തർ കൊടുത്തിട്ട് അത് ഡിപ്പോയിൽ ഇപ്പോൾ അവരുടെ 10 വണ്ടി ഇറക്കി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻ മറ്റേ ഇതൊക്കെ ഇത് കാണിക്കാമല്ലോ. നമ്മളെ ഡിപ്പോയിലുള്ള ഞാൻ രാഹുലുണ്ട്. രാഹുൽ, എന്താണ് കൃത്യമായി പറഞ്ഞത്? ഈ പണിമുടക്കാത്തവരെ കാണിച്ചത് നിങ്ങൾക്ക് പ്രൊമോഷൻ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ, എന്താണ് സംഭവം? അങ്ങനെ തന്നെയാണ്. ഈ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരെ തടയുന്ന തരത്തിലേക്ക്, ജോലി ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കണ്ടത് കാട്ടാക്കട കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ കണ്ടക്ടറെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും, ഇനിയും ജോലി ചെയ്യേണ്ടതാണല്ലോ, ഇനി ജോലി ചെയ്യുന്നത് എങ്ങനെ നോക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നത്. എന്തായാലും ഈ നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനെയാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്യുന്നുള്ള പരാതി വന്നിരിക്കുന്നത്. ഷിബു ആ ഘട്ടത്തിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിൽ ഇത്രയും തിരക്കൊഴിഞ്ഞൊരു സമയം നമ്മൾ കണ്ടില്ല. ഇവിടെ കുറേയധികം മനുഷ്യർ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്യാറ്റിൻകര ഡിപ്പോയിലേക്ക് ബസ്സുകൾ പോയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, യാത്ര സർവീസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അവർക്ക് ശൗചാലയ സൗകര്യം പോലും ലഭിച്ചില്ല എന്ന് പറയുന്നു. അപ്പോഴൊക്കെയാണ് ഈ ജോലിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നതാണ്. സാധനങ്ങളുമായിട്ടൊക്കെ ആൾ എവിടെ നിന്ന് ശൗചാലയ സൗകര്യം, ടോയ്ലറ്റ് വരെ പൂട്ടിയിട്ടാണ്. അതെ, അത് നമ്മൾ രാവിലെ തന്നെ നൽകിയതാണ്. അതായത് നെയ്യാറ്റിൻകര ഡിപ്പോയിലെ ജീവനക്കാർ ഇവിടെ എത്തിയിരുന്നു. അവർ സർവീസ് ചെയ്യാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു. അപ്പോൾ സമരാനുകൂലികൾ പറഞ്ഞത് അത്തരത്തിൽ സർവീസ് ചെയ്യാനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞപ്പോൾ പുലർച്ചെ എത്തിയവരാണ്. അവർ തന്നെ നമ്മോട് പ്രതികരിച്ചു. രാവിലെ അവർ പറഞ്ഞത് ഈ ശൗചാലയമെല്ലാം പൂട്ടിക്കിടന്നിരുന്നു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സൗകര്യം കഴിയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ചേട്ടാ, ഇപ്പോൾ ബസ് കത്തിക്കുകയാണോ, എന്താണ്? അല്ല, എനിക്ക് സൈക്കിളുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലായിടവും ഈ പ്രൈവറ്റ് ബസ് എല്ലായിടവും ഉണ്ടാവണം, എന്നാലേ. അല്ല, ഇന്നിപ്പം ഒരു ബസ്സും ഇല്ലല്ലോ. ഇന്നത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയണേ, എല്ലാ റൂട്ടും എല്ലാ പ്രൈവറ്റ് സർവീസ് വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ശരി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ കാത്തിരിക്കുന്ന ജനങ്ങളെ കാണാൻ കുറച്ചുപേർ നാട്ടുകാരാണ്, കുറച്ചുപേർ ഈ യാത്രാക്ലേശം അനുഭവിക്കുന്നവരാണ്. എന്തായാലും ഇത്തരത്തിൽ കച്ചവടക്കാരുമുണ്ട്. കിഴക്കേക്കോട്ടയിൽ ഇപ്പോഴും കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരുടെ കൂടി അഭിപ്രായങ്ങൾ തിരയാം. പുസ്തകങ്ങളുമായി ഇരിക്കുന്നവർ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് കട അവർ ഇവിടെ തുറന്നിട്ടുണ്ട്. ചേട്ടാ, ഇന്നത്തെ കച്ചവടം എങ്ങനെയുണ്ട്? ആളുകൾ വലിയ കച്ചവടം കുറവാണ്. കുറവാണല്ലേ? രാവിലെ തന്നെ തുറന്നു. രാവിലെ കുറച്ച് മുമ്പായിട്ട് തുറന്നതേ ഉള്ളൂ. ആളില്ലാതെ കച്ചവടം പണിമുടക്കായുമ്പോൾ ആള് വരവ് കുറവ്, കടകളില്ല. വണ്ടി ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം തന്നെ ഇപ്പോൾ ആളൊന്നുമില്ല, കടകളില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് വരുമാന മാർഗം അല്ലേ? അതേ ഉള്ളൂ. പണിമുടക്കാണെന്ന് അറിഞ്ഞപ്പോൾ ആശങ്ക ഉണ്ടായിരുന്നോ? പണിമുടക്കെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ഇത് വെച്ചില്ലേ നമ്മൾ കുടുംബങ്ങൾ പൂട്ടി പോകുന്നതിൻ്റെ ഇത്. അതുകൊണ്ട്